പാർട്ടിക്ക് വളരെ വേണ്ടപ്പെട്ടവനാ ശൗരി പൊന്നിച്ചെട്ടി. പാർട്ടിക്ക് വേണ്ടപ്പെട്ടവനോ? നാട്ടുകാരുടെ ശത്രു എങ്ങനെ പാർട്ടിയുടെ ബന്ധുവാകും? നിങ്ങൾ പറയുന്ന പരാതിയൊന്നും നാട്ടുകാർക്ക് അയാളെ പറ്റിയില്ല. ഉണ്ട് ബഷീറെ, ആരും അത് പറയുന്നില്ലെന്നേ ഉള്ളൂ. എന്തുകൊണ്ട് പറയുന്നില്ല? പേടിച്ചിട്ട്. ആരെ പേടിച്ച്? നാട് ഭരിക്കുന്നത് നിങ്ങളെയൊക്കെ തന്നെ. വോട്ട് ചെയ്ത നാട്ടുകാർ തന്നെ നിങ്ങൾക്കെന്ന അധികാരമുണ്ടല്ലോ, അതിനെ പേടിച്ചിട്ട്. നിയമസഭയല്ലല്ലോ, ഇതുപോലുള്ള പുന്നച്ചെട്ടികളാണല്ലോ ഇപ്പൊ നിയമങ്ങൾ പാസ്സാക്കുന്നത്. തന്റെ തോന്നലാണ്. തോന്നലോ? ഈ ഇരിക്കുന്ന വാസുവിന്റെ ജോലി എങ്ങനെ പോയി? വാസുവിനെ തിരിച്ചെടുക്കും. വാസുവിനെ തിരിച്ചെടുക്കും. വാസു മന്ത്രി ബഷീറിന്റെ സുഹൃത്തായതുകൊണ്ട്. ഒരു വാസുവിനെ തിരിച്ചെടുത്തതുകൊണ്ടായില്ല. പൊന്നച്ചെട്ടിയുടെ അക്രമങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ, അതിനെതിരെ ശബ്ദമുയർത്താൻ നാട്ടുകാർക്ക് ധൈര്യം കൊടുക്കണം. തന്നെ കൊണ്ടാവൂ? ഞാനും ഒരു മന്ത്രി എന്നല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? താൻ ഒറ്റയ്ക്കോ? തന്നെ വോട്ടിട്ട് ജയിപ്പിച്ച നാട്ടുകാരല്ലേ തന്റെ കൂടെ? പാർട്ടിക്ക് കൂട്ടായ ഒരു ഡിസിപ്ലിൻ ഉണ്ട് ശൗരി. ഡിസിപ്ലിൻ? നാട്ടുകാരെ കണ്ണി പൊടിയിട്ട് നാട് നശിപ്പിക്കുന്ന ഇൻഡിസിപ്ലിൻ. നമുക്ക് സംസാരം ഇവിടെ നിർത്താം. തോമസ്, ബഷീറെ, ഞാൻ ഇനിയും സംസാരിക്കും. തന്റെ മന്ത്രിമന്ദിരത്തിന്റെ വാതിക്കലോ സെക്രട്ടേറിയറ്റ് പഠിക്കലോ അല്ല, ഞങ്ങളുടെ ആയിരപ്പുറ പാടത്ത്. ഭരിക്കാൻ വേണ്ടി താനും അവിടെ വന്നൊരു നാടകം കളിച്ചാണല്ലോ. അന്ന് നാടകം കണ്ട് കൈയടിച്ച നാട്ടുകാരെല്ലാം ഇപ്പോ ചെട്ടിയാർ റേഷൻ കട വാതിക്കൽ ക്യൂ നിൽക്കുക കഞ്ഞി കുടിക്കാൻ. ഞാൻ അവരെ ഒന്നിച്ച് നിരത്തി നിർത്തും. ആ പീറ ചെട്ടിയാർക്കെതിരെയല്ല, ഇത്തരം കീടങ്ങളെ നാട്ടുകാരുടെ ചോരയൂട്ടി വളർത്തുന്ന അന്യായത്തിനെതിരെ. അത് രാഷ്ട്രീയമാണെങ്കിൽ താൻ ഉൾപ്പെടുന്ന രാഷ്ട്രീയത്തിനെതിരെ. രാഷ്ട്രീയത്തിലൊരു തെറ്റുമില്ല ശൗരി. മന്ത്രി കസേര ഇരുന്ന എല്ലാ രാഷ്ട്രീയക്കാരും പറയുന്നത് തന്നെ ബഷീറെ. നമ്മുടെ നാട്ടിൽ ഒരു പൈസ മുടക്കില്ലാത്ത ഏറ്റവും നല്ല വ്യവസായമായി മാറിയിരിക്കുന്നു രാഷ്ട്രീയം. വാ, ഞാൻ ഇനിയും വരും. തന്നെ കൊണ്ട് എന്തെങ്കിലും സഹായം എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ അന്ന് എൻ്റെ കൂടെ നിൽക്കണം. വാ, വരട്ടെ. എന്നെ എന്നും ഓർക്കാൻ. உடம்பே பாத்துக்கோ. வரேன் தம்பி. முருகா ஏறேண்டா. அது உட்கார்றா. ആരാടാ അത്? പാപ്പിയുടെ മോനാ ശൗരി. ആഹാ, പാപ്പിയോട് ഇത്രടം വരാൻ പറഞ്ഞിട്ട് അവനെ കണ്ടില്ലല്ലോ. നീ പോയെന്ന് വിളിച്ചോണ്ട് വാ. നെല്ല് കുത്തിക്കണം, പന്തലിടണം. ആരോട് പറയാനാ ഇതൊക്കെ? രാമ 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 രാമ. തീരെ ഓർമ്മയില്ല ഇപ്പൊ. എന്തിനാ പാർവതി കുഞ്ഞെ അമ്മയെ എങ്ങനെ മുറിയിൽ അടച്ചിട്ടിരിക്കുന്നത്? ഇറങ്ങി ഓടിക്കളയും ശൗരി. കൂടെ ഓടാ എനിക്ക് വയ്യ. ശൗരി ഇവിടുന്ന് പോകുമ്പോഴുള്ള നാട്ടുവഴിയല്ല ഇപ്പോ. പരിചയമുള്ളവര് പോലും പരിചയം നടിക്കാറില്ല. ഈ ആയുധം കൊണ്ടൊന്നും വലിയ പ്രയോജനം. കളരി പഠിക്കണം. പഠിക്കാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ എന്റെ അച്ഛൻ ഉറുമികളെ വീട്ടിൽ കയറ്റുന്ന ഇഷ്ടമല്ല. എന്റെ അമ്മച്ചിക്ക് ഉറുമി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടല്ലേ എനിക്ക് ഉറുമീസ് എന്ന് പേരിട്ടത്. നിന്റെ അമ്മച്ചിയുടെ ആയുധം പാരയായിരുന്ന നിനക്ക് പാരീസ് എന്ന് പേരിട്ടടല്ലേ? എന്താ സംശയം? അല്ല തീറ്റി അതെ, ഇതുപോലെ ഓരോന്നിനെ കാലത്തും വൈകുന്നേരവും പുഴുങ്ങി കൊടുക്കും. പുഴുങ്ങാത്തൊന്നിനെ എനിക്ക് വിട്ടു. അതൊക്കെ ചെട്ടിയാരുടെ ஐயா இப்ப வருவாரு. இப்பதான் மாலேஷ் முடிஞ்சது. ഈ സമയത്ത് ഇതിന് സമയക്കാലൊന്നും. പണക്കാരനല്ലേടോ അണ്ണാച്ചി. ഈ മുതലാളിക്ക് എത്ര ഭാര്യമാരുണ്ട്? தெரியாதையா. അതെത്രയത്? എത്രയെങ്കിലും ആവട്ടെ. ശ്രീകൃഷ്ണ പരമാത്മാവുക്ക് 16,008 ഭാര്യമാര് അന്തകാലത്തിലെ. ഇത്രയും കാലമായിട്ട് നീ എന്നോട് പറഞ്ഞില്ലല്ലോ. ഏതാ ഈ കൃഷ്ണൻ? ഏത് என்ன போலீஸ்? നമസ്കാരം മുതലാളി. காலையில என்ன கேஸ்? ഒരു ചിന്ന കേസ്. இங்க எல்லாமே பெரிய கேஸ் தான். എന്നാ പലിശയും കൂട്ടി പെരിയ കാണും മുതലാളി. നമ്മുടെ ശൗര്യയുടെ. சௌரியா? ചൗരിയല്ല, ശൗരി. നിങ്ങൾക്കറിയില്ലേ? ഓ, നിങ്ങക്ക് തെരിയല്ലേ? അന്തക്ക് ഇങ്ക വന്ന് മന്ത്രി വന്ന അന്ത ദിവസം ഇവിടെ ബഹളുണ്ടാക്കിയേ. ആ ഉയലുള്ള ഉയർത്ത വലുത്. അവന്റെ പെങ്ങള് വീട് പണയം വെച്ച് മുതലാളിയുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് മേടിച്ചിരുന്നു. അവരമ്മയും പെങ്ങളും ചത്തുപോയി. ரொம்ப കഷ്ടമായി പോச்சு. അതിലും കഷ്ടാ ശൗര്യയുടെ അവസ്ഥ. വീട് തിരിച്ച് ശൗരിക്ക് വേണം. മുതലും പലിശ എത്രയാശ പറഞ്ഞാ ആ തുക ഇവിടെ എത്തിക്കാം. അവനെ വര சொல்லு പാപ്പം. ഇനിയിപ്പോ ആനപ്പാപ്പാനെയും കൊണ്ടുവരണം. മുതലാളിയോടല്ല, ആനപ്പാപ്പാനല്ല, പാപ്പോ എന്ന് പറഞ്ഞാൽ കാണാമെന്ന അർത്ഥം. കണ്ടോ, ഈ തമിഴ്
ഭാഷയ്ക്ക് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. ആ, അത് നല്ലവണ്ണം പഠിച്ചാലേ മനസ്സിലാവൂ. ആഹാ. ഇപ്പൊ മനസ്സിലായോ? ഇപ്പം മനസ്സിലായി. മനസ്സിലായില്ലേ? ഉം. ഞാനാണ് ഇട്ടാൽ ആയിരപ്പുറ മുഴുവൻ അങ്ങനെ ചെട്ടിയാർക്ക് കാഴ്ചവെച്ചു കഴിഞ്ഞു നാട്ടുകാരെ. അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ എഴുതി കൊടുക്കാൻ പറ്റുമോ ഇവിടുത്തെ പാടശേഖരം? കൈവശാവകാശം എന്നൊരു വകുപ്പ് കിടപ്പുണ്ടല്ലോ. ഇതൊക്കെ തെളിയിക്കാൻ എനിക്കിനി കോടതി കയറാൻ പറ്റുമോ എന്റെ ശൗരി? അതിന്റെ നിയമമൊക്കെ വക്കീല് കണ്ടിട്ടുണ്ടായിരിക്കും. ആ, അതൊക്കെ പോട്ടെ. എന്താ നിന്റെ പരിപാടി ഇനി? ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഇവിടെ താമസിക്കാൻ തനിക്ക് ഈ നാട്ടിൽ വന്ന് ഇറയത്ത് കിടക്കേണ്ട ഗതി പാപ്പയുടെ മകൻ ഉണ്ടാകരുത്. പാപ്പി മാപ്പിളയെ ഓർക്കുന്ന ഒരേ ഒരു വീടേ ഈ നാട്ടിലുള്ളൂ കൈമളദ്യം. ഈ വീടിന്റെ മൂലയിൽ എനിക്കുറങ്ങാൻ എന്നും സ്ഥലം കാണുമെന്ന് എനിക്കറിയാം. എന്നാലും തീരുമാനം തന്റെ ഇഷ്ടം പോലെ. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഞാനെന്നാ അങ്ങോട്ട് ഇറങ്ങും. ഉം. ശൗരി, ഇവിടെ താമസിച്ചൂടെ? എത്ര നാളെന്ന് വെച്ചാ പറഞ്ഞു കുഞ്ഞെ? ഈ വീടും വീട്ടുകാരും ഉള്ളിടത്തോളം കാലം, ഞാനുള്ളിടത്തോളം കാലം. ഇത്രയൊക്കെ പറയാനേ എനിക്ക് പറ്റും. മനസ്സിലായി. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അതൊക്കെ നടക്കുമോ പറഞ്ഞു കുഞ്ഞെ? നടക്കും, അതേ നടക്കും. കാലത്ത് വരാൻ പറഞ്ഞിരുന്നു. വക്കീല് ഓ, ആരാണ്? ഇവനാ മുതലാളി ശൗരി. ഓ சௌரி. ஏய் மாணிக்கா, சௌரியோட பத்திரத்தை எடுத்துட்டு வா. சரிங்க. அப்படியே 2 பிஸ்கட் எடுத்துட்டு வா நாய்க்கு. வக்கீல, வட்டியோட சேர்த்து எவ்வளவானு? 4800. ദാ 5000 രൂപയുണ്ട്. ഇത് നേരത്തെ തോന്നിയിരുന്നെങ്കിൽ ആ പാവങ്ങളെ ചാവത്തില്ലായിരുന്നു. சௌரி, இங்க நான் எதுக்கா இருக்கேன்? இதெல்லாம் உனக்கு தேவையா? பாவம் சின்ன பொண்ணு, அழகான பொண்ணு. മുതലാളി, சௌரி, பாக்கி பணம் வாங்கிக்காம போற? അത് ചെട്ടിയാരെ നായ്ക്കൾക്ക് ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കും. ஓ അന്യാധീനപ്പെട്ട് കിടക്കുന്ന ആയിരപ്പുറ പാടശേഖരം നമുക്ക് ഒരുമിച്ച് കൃഷി ചെയ്യാനായി ചെട്ടിയാരെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കണം. അതിന് ചെയ്യേണ്ടത് നമ്മളെല്ലാവരും, ആയിരപ്പുറയിൽ കൃഷി ചെയ്യുന്ന എല്ലാ കൃഷിക്കാരും, ആണുങ്ങളും പെണ്ണുങ്ങളും അടക്കം, നേരിട്ട് പോയി ചെട്ടിയാരെ കണ്ട് കാര്യം ബോധ്യപ്പെടുത്തണം. നാട്ടു നടപ്പാണ് നമ്മൾ പാലിക്കേണ്ട നിയമം. സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി കൈവന്നതിന് ശേഷം നമുക്ക് കമ്മ്യൂണിസ്റ്റുകാരോ കോൺഗ്രസ്സുകാരോ ഒക്കെ ആവാം. എന്നാ കാര്യത്തിനാ നീ മുതലാളിയെ കാണുന്നേ? ചേട്ടാ, ശീലിച്ചത് മര്യാദയാ. നീ എടാ പോടാന്നൊക്കെ വിളിച്ചാ നീ എന്തോ ചെയ്യും? എനിക്കും നിന്നെ അങ്ങനെയൊക്കെ വിളിക്കേണ്ടി വരുവടാ. ചെട്ടിയാരെ, ഞങ്ങൾക്ക് നിങ്ങളോടാ സംസാരിക്കേണ്ടത്. ஏய், உள்ள விடுறா. ഞാൻ സംസാരിച്ചിട്ട് വരാം. பெரியவங்களுக்கு வணக்கம் சொல்றது ஊர் மரியாதைയാണ്. பெரியவங்களுக்கு மட்டும் வணக்கம் சொல்றது இந்த ஊர் மரியாதை. ஆமா. என்ன விஷயம்? വിഷയം ഒന്നേ ഉള്ളൂ. ആയിരപ്പുറ പാടം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം. വക്കീല്, ഓ, ഈ ആള് എന്താ പറയുന്നു? അതായത് വക്കീലും കുമസ്തനും ഒന്നും ഇതിനിടെ കയറി വരണ്ട. ചെട്ടിയാർ ഞാൻ പറയുന്നത് കേട്ടാ മതി. വർഷങ്ങളായിട്ട് ഈ നാട്ടുകാർ പണിയെടുത്ത് ജീവിച്ചിരുന്ന ആയിരപ്പുറ പാടം കള്ളപ്രമാണങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ കൈവശം വെച്ചിരിക്കുകയാണ്. അത് അവർക്ക് തിരിച്ചു കൊടുക്കണം, ദയവായി. ஏய் சௌரி, ஒன்னு அறிஞ்சோ, இந்த செட்டியார் விசாரிச்சா ഈ ആയിരപ്പുറ மட்டுமல்ல, ഒന്നയെ വിലക്ക് വാക്കാൻ முடியும். മനുഷ്യനെ വിൽക്കരുത് എങ്കപ്പളക്കം ഇല്ലേ ചെട്ടിയാര്. ഇത് മനുഷ്യനെ മതിക്കുന്ന നാട്. ஆமா. പറടാ, നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. നീ എന്നാ ബെബല? ഇപ്പൊ അല്ല, പാടം ഞങ്ങൾക്ക് തിരിച്ചു തന്നില്ലെങ്കിൽ ആകും. ആയിട്ട് വാ, അപ്പ കാണാം. ചെട്ടിയാരെ, ആയിരപ്പുറ പാടത്തുനിന്ന് 1 മണി നെല്ല് പോലും താൻ കൃഷി ചെയ്ത് കൊണ്ടുപോകത്തില്ല. ആയിരപ്പുറപ്പാടത്തിന്റെ തന്തയുടെ വകയാണോടാ? നിന്റെ തന്തയുടെ വകയിലടാ, മേടയിലെ കൈമളദ്ദേഹത്തിന്റെ വകയാ. കൈമളാറാ നിന്റെ അമ്മ.
തെമ്മാടത്തിനും പറഞ്ഞാലുണ്ടല്ലോ തല്ലിക്കൊന്ന് ആറ്റി താക്കും പുല്ലേ. ആണെന്ന് പറയായിരുന്നില്ലേ? ഇതെന്നായി പറയുന്നേ? നടക്കാൻ പോകുന്ന സത്യം, മനസ്സിൽ നടന്നു കഴിഞ്ഞ സത്യം. പാർവതി കുഞ്ഞെ, എനിക്ക് കുഞ്ഞിനെ അങ്ങ് ഇഷ്ടമാ. അതുപോലെ തന്നെ കൈമൾ അദ്ദേഹത്തോടുള്ള ബഹുമാനം. അദ്ദേഹത്തിന്റെ അനുവാദം ഇല്ലാതെ മേടയിൽ വന്ന് ഒട്ടി ഞാൻ അവിടെ അശുദ്ധമാക്കിയാൽ എന്റെ അപ്പൻ എന്നോട് പൊറുക്കുക. ഇപ്പം എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് പാർവതി കുഞ്ഞ്. അങ്ങനെ കയറി അങ്ങ് ആഗ്രഹിക്കാൻ പറ്റുമോ? പാപ്മാപ്പിളുടെ മോനല്ലയോ ഞാൻ? അപ്പന്റെ കല്ലറെ കത്തിത്തീർന്നുകൊണ്ടിരിക്കുന്ന മെഴുകുതിരിയാ ഞാൻ. അതുപോലാണോ പാർവതി കുഞ്ഞ്? മേടയിലെ പൂമുഖത്ത് തിളങ്ങി കത്തുന്ന നിലവിളക്കല്ലയോ? വലിയ സാഹിത്യമൊന്നും വേണ്ട, എന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടാ മതി. അച്ഛനെയും അമ്മയും പടിപ്പുരയ്ക്ക് കാവൽ നിൽക്കുന്ന വിളക്കുകളെ മറന്നുകൊണ്ടല്ല പറയുന്നത്. ശൗര്യയോടൊപ്പം കഴിയാനുള്ള ആഗ്രഹം കൊണ്ടാ. മേടയിലെ പൂമുഖത്തല്ല ശൗരി, നിലവറയിലെ ഇരുട്ടിലാണ് ഈ ഓട്ടുവിളക്ക് കിടക്കുന്നത്, ക്ലാവ് പിടിച്ച്. എനിക്കും ആഗ്രഹമുണ്ട് ശൗര്യ, ഒരിക്കലെങ്കിലും കത്തി തെളിയണമെന്ന്. കരയരുത് കുഞ്ഞെ, കരയരുത്.